ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 15ലേക്ക് പോകാം. ഇനി 2 പാർട്ടും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് 16ഉം 17ഉം, പിന്നെ പുതിയ തൊഴിൽ വാർത്ത വരണം. എന്നിട്ട് നമുക്ക് അതിൽ ഇതും കൂടി ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സാം ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, bacilli seen in large number is known as dash disease. Bacilli seen in large number is known as multibacillary disease. Multibacillary disease. The bacilli are seen in large numbers or as Golgi inside lepra cells or extracellularly. എന്താ പറഞ്ഞത്? bacilli are seen in large numbers or as globi ഞാൻ ഗോൾബി എന്നായിരുന്നല്ലോ വായിച്ചത്. globi inside lepra cells or extracellularly. This is known as multibacillary disease. അപ്പോൾ എന്താണ് multibacillary disease എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ബാസിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ബാസിലസ് ബാക്ടീരിയ അല്ലേ, അത് ഒരുപാട് എണ്ണമായിട്ട് കാണപ്പെടുക എന്തില്, നമ്മുടെ ലെപ്ര സെൽസ്, അതായത് കുഷ്ഠ രോഗകോശങ്ങളിലോ അല്ലെങ്കിൽ ബാഹ്യകോശങ്ങളിലോ ഈ ബാസിലി ഒരു ലാർജ് നമ്പറിൽ കാണപ്പെടുന്നതാണ് മൾട്ടി ബാസിലറി എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ? അഡിപ്പോസ് ടിഷ്യൂ എന്താണ്? ടു സ്റ്റോർ ലിപ്പിഡ് ആൻഡ് കുഷ്യൻ ഓർഗൻസ്. ടു സ്റ്റോർ ലിപ്പിഡ് ആൻഡ് കുഷ്യൻ ഓർഗൻസ്. വായിക്കാം. അഡിപ്പോസ് ടിഷ്യൂ, otherwise known as body fat, is a connective tissue that extends throughout our body. It helps to store energy in the form of fat, cushion internal organs and insulate the body. It helps to store energy in the form of fat, cushion internal organs and insulate the body. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ? ടു സ്റ്റോർ ലിപ്പിഡ് ആൻഡ് കുഷ്യൻ ഓർഗൻസ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്തിലേക്ക്, ഡാഷ് ഈസ് ദ സ്പെക്ട്രം ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ഷിഗല്ല. ഡാഷ് ഈസ് ദ സ്പെക്ട്രം ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ഷിഗല്ല. എന്താണ്? ഷിഗല്ലോസിസ്. ഷിഗല്ല നമ്മൾ കുറെ കേട്ടിട്ടില്ലേ, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഷിഗല്ലോസിസ്? വായിക്കാം. ഷിഗല്ല ഇൻഫെക്ഷൻ, ആൾസോ കോൾഡ് ഷിഗല്ലോസിസ്, ഇസ് എ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിഗല്ല ഇൻഫെക്ഷൻ. ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രോപ്പർലി വാഷിംഗ് ദ ഹാൻഡ്സ്. നമ്മുടെ കൈ വൃത്തിയിൽ കഴുകുക, അതായത് ഹൈജീനിക് ആയിട്ടിരിക്കുക, എപ്പോഴും ഹൈജീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അത് എന്ത് ചെയ്യുന്നു? നമ്മളെ ഇൻഫെക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് രോഗബാധിതനായിട്ടുള്ള ഒരാളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുകയോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ മലിനമായ സർഫസിൽ ടച്ച് ചെയ്യുക, പിന്നെ നമ്മൾ ആ വിരൽ കൊണ്ടുപോയിട്ട് വായിലിടുക. ഇതിലൂടെയൊക്കെയാണ് മിക്ക ആളുകൾക്കും ഷിഗല്ലോസിസ് വരുന്നത്. ഓക്കെ, വയറിളക്കം, പനി, വയറുവേദന, ഇതൊക്കെയായിരിക്കും അതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ടുണ്ടാവുക. ഷിഗല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ പടരുകയും ചെയ്യും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അത് തന്നെയുള്ളൂ ഈ ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഷിഗല്ലോസിസ്. അടുത്തതിലേക്ക് പോകാം. ഡിസെമിനേറ്റഡ് systemic infection. Disseminated systemic infection in AIDS patient is seen with. Disseminated systemic infection in AIDS patients, Strongyloides stercoralis. Strongyloides stercoralis. എന്തൊക്കെ പേരുകളായിച്ചരാ. Strongyloides stercoralis, also known as the dwarf thread worm, causes strongyloidiasis. സ്ട്രോഞ്ചിലോയിഡിയാസസ്. ദയവേത് ക്ഷമിക്കണം കേട്ടോ, നാക്കുളുക്കി പോകുന്നുണ്ട് ഇത് വായിക്കുമ്പം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാത്തജൻ നിമാറ്റോഡ് ടു കോസ് ഇൻഫെക്ഷൻ ഇൻ മാൻ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാത്തജൻ നിമാറ്റോഡ് ടു കോസ് ഇൻഫെക്ഷൻ ഇൻ മാൻ. ദ പാരസൈറ്റ് ഈസ് യുണീക്ക് ഇൻ ഹാവിംഗ് ബോത്ത് പാരസൈറ്റ് ആൻഡ് ഫ്രീ ലിവിംഗ് ജനറേഷൻസ്. അപ്പോൾ എന്താണ് ചോദ്യം? ഡിസെമിനേറ്റഡ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഇൻ എയ്ഡ്സ് പേഷ്യൻസ് ഈസ് സീൻ വിത്ത് നമ്മൾ ഈ വായിച്ച സാധനം എന്താണ്? സ്ട്രോഞ്ചിലോയിഡസ് സ്റ്റെർക്കോറാലിസ്. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ്
പ്യൂരിൻ മെറ്റബോളിസം ഈസ്, ഏതാണ് പ്യൂരിൻ മെറ്റബോളിസം ഈസ് യൂറിക് ആസിഡ് ആണ് ആൻസർ. യൂറിക് ആസിഡ് എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ ക്രിയേറ്റഡ് when the body breaks down substances called purines. Okay, uric acid is the end product of the metabolic pathway for purines, the main constituents of nucleotides. അപ്പോൾ യൂറിക് ആസിഡ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്യൂരിൻ മെറ്റബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആക്ച്വലി യൂറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മളെ ബ്ലഡിലുള്ള. ഓക്കെ, അത് മതി. അടുത്തലേക്ക് പോവാം. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ നോൺ ആസ്, ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ നോൺ ആസ് സൈക്ലോപെൻറ്റാനോ പെർഹൈഡ്രോ ഫിനാൻഡ്രീൻ റിംഗ്. ഓക്കെ, സൈക്ലോപെൻറ്റാനോ പെർഹൈഡ്രോ ഫിനാൻഡ്രീൻ റിംഗ്. അപ്പം ആ സാധനം കോമ്പൗണ്ട്സ് ആർ എ ക്ലാസ് ഓഫ് ടെട്രാസൈക്ലിക് കോമ്പൗണ്ട്സ് ഡിറൈവ്ഡ് ഫ്രം സ്റ്റിറോയിഡ്സ് ഓർ സ്റ്റിറോൾസ് വയ ഡയജനറ്റിക് ആൻഡ് കാറ്റാജനറ്റിക് ഡീഗ്രഡേഷൻ ആൻഡ് സാച്ചുറേഷൻ. അതെങ്ങനെയാണ്, എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് കൊളസ്ട്രോൾ പൊസസസ് 27 കാർബൺ ആറ്റംസ്. കൊളസ്ട്രോൾ പൊസസ് 27 കാർബൺ ആറ്റംസ്. അപ്പം കൊളസ്ട്രോളിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ഇത്രയും നീട്ടമുള്ള ഈ പേര് നമ്മൾ പറഞ്ഞത്. അത് കണ്ടാൽ തന്നെ ഓപ്ഷനിൽ കണ്ടാൽ കുത്താൻ അറിയാലോ അല്ലേ. അടുത്തതിലേക്ക് പോവാം. Which reagent in WBC diluting is used to remove RBCs? Which reagent in WBC diluting is used to remove RBCs? ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. സിമ്പിൾ ആണ്, അസറ്റിക് ആസിഡ്. അപ്പോൾ WBC diluting fluids include Turk's fluid. Turk's fluid അറിയാലോ, 1NHCl etc. Commonly used diluting fluid is Turk's fluid. Turk's fluid ആണ് കേട്ടോ. WBC diluting fluid ശരിക്കും നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? used to performing the WBC count. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? അസറ്റിക് ആസിഡ് ആണ് ആൻസർ. വിച്ച് റിയേജന്റ് ഇൻ WBC ഡയല്യൂട്ടിംഗ് ഈസ് യൂസ്ഡ് ടു റിമൂവ് RBCs? ആരാണ്? അസറ്റിക് ആസിഡ്. അടുത്തിലേക്ക് പോകാം. സോഡിയം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് വാട്ട്? സോഡിയം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ഡാഷ്. ആരാണ്? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. സോഡിയം ഈസ് an essential nutrient involved in the maintenance of normal cellular homeostasis and in the regulation of fluid and electrolyte balance and blood pressure. Then sodium is an essential nutrient involved in the maintenance of normal cellular homeostasis and in the regulation of fluid and electrolyte balance and blood pressure. A normal blood sodium level is between 135 and 145 milli equivalents per liter. അത് പറയുന്ന യൂണിറ്റ് ആണ്. നോർമൽ ബ്ലഡ് സോഡിയം ലെവൽ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് റേഞ്ച് വരുന്നത്? 135 and 145. ഓക്കെ, hyponatremia occurs when the sodium in our blood falls below 135. 135ന്റെ താഴെയാണ് സോഡിയത്തിന്റെ ലെവൽ എങ്കിൽ ഹൈപ്പോനെട്രീമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തും. അപ്പോൾ സോഡിയം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, സോഡിയം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അടുത്തല്ലേ പോവാം. എക്സസീവ് ബ്ലീഡിംഗ് ഡ്യൂറിങ് ആൻ ഇഞ്ചുറി ഈസ് എ ഡെഫിഷ്യൻസിയോ? സിമ്പിൾ ആണ് അല്ലേ, എപ്പോഴും പഠിക്കുന്ന. എക്സസീവ് ബ്ലീഡിംഗ് ഡ്യൂറിങ് ദ ഇഞ്ചുറി ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ കെ. ഏതാണ്? വിറ്റാമിൻ കെ. ദ ഹ്യൂമൻ ബോഡി റിക്വയേഴ്സ് വിറ്റാമിൻ കെ ഫോർ പോസ്റ്റ് സിന്തസിസ് മോഡിഫിക്കേഷൻ ഓഫ് certain proteins that are required for blood coagulation or for controlling binding of calcium in bones and other tissues. അപ്പം ഓക്കെ, അപ്പോൾ വിറ്റാമിൻ കെ എന്തിന്? നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കാം. അടുത്തല്ലേ പോകാം. ദ ഓർഗാനിക് മെറ്റീരിയൽ ഓഫ് ദ സോളിഡ് വേസ്റ്റ് വിൽ ഡീകമ്പോസ്. ദ ഓർഗാനിക് മെറ്റീരിയൽ ഓഫ് ദി സോളിഡ് വേസ്റ്റ് വിൽ ഡീകമ്പോസ് എന്താണ്? ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അറിയുന്ന കാര്യമാണല്ലോ അല്ലെ. ബാക്ടീരിയ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് എസ്പെഷ്യലി ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് ഡീകമ്പോസിഷൻ വെൻ മോയ്സ്ചർ ലെവൽസ് ആർ ഹൈ. അപ്പോൾ ആ വേസ്റ്റിൽ മോയ്സ്ചർ ലെവൽ ഉള്ള സമയത്ത് ബാക്ടീരിയാസ് പെട്ടെന്ന് വന്നിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഇൻ ദ ലേറ്റർ സ്റ്റേജസ് പിന്നീട് എന്താ സംഭവിക്കുക? ഓഫ് ഡീകമ്പോസിഷൻ ഫംഗൈ ടെൻഡ് ടു ഡോമിനേറ്റ്. പിന്നെ ഫംഗയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്.
ആദ്യം ബാക്ടീരിയാസ് മോയ്സ്ചർ ലെവലിൽ അവ ഡീകമ്പോസ് ചെയ്യും, പിന്നെ ഫംഗി ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ബാസിലസ് സബ്റ്റിലിസ് ആൻഡ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡീകമ്പോസർ ബാക്ടീരിയ. രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ദ നോർമൽ CSF ക്ലോറൈഡ് ലെവൽ ഈസ്, നോർമൽ CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ക്ലോറൈഡ് ലെവൽ ഈസ് 115 to 125. നേരത്തെ പറഞ്ഞ അതേ യൂണിറ്റ് എന്താണ്? മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നോർമൽ CSF ക്ലോറൈഡ് ലെവൽ ഈസ് 115 to 125 മില്ലി equivalents per liter. CSF chloride is usually estimated by titrammic method. Okay, it is decreased in all types of meningitis. അപ്പോൾ ആ റേഞ്ച് ഓർത്ത് വെക്കുക, 115 to 125. അടുത്തത് where are bicollateral vascular bundles found? Bicollateral vascular bundles found. കുക്കുർബിറ്റേസിയെ, നമ്മൾ ഫാബേസിയ എന്നൊക്കെ ഒരു ഫാമിലി കഴിഞ്ഞ ദിവസം പഠിച്ചില്ല, അതേപോലെ തന്നെ വരുന്ന വേറൊരു ഫാമിലിയാണ് ഇത് കുക്കുർബിറ്റേസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വായിച്ചു നോക്കാം. ബൈകൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ ഈസ് എ ടൈപ്പ് ഓഫ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ വെർ സൈലം ഈസ് ഇൻ ബിറ്റ്വീൻ ടു ഫ്ലോയം സ്ട്രാൻഡ്സ്. രണ്ട് ഫ്ലോയം സ്ട്രാൻഡ്സിന്റെ ഇടയിലായിട്ട് ആര് വരികയാണ്? സൈലം വരുന്ന ഒരു വാസ്കുലാർ ബണ്ടിലാണ് ബൈകൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് കുക്കുർബിറ്റേസിയ. ഈ കുക്കുർബിറ്റേസിയയിൽ ആക്ച്വലി ആരൊക്കെയാണ് ഉള്ളത്? ഇൻക്ലൂഡിങ് കുക്കുംബർ, മെലൺ, വാട്ടർ മെലൺ ആൻഡ് പംകിൻ എക്സെട്ര. അതാണ് കുക്കുർബിറ്റേസിയ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പം ബൈകൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിൽസ് ഏതിലാണ് കാണപ്പെടുന്നത്? കുക്കുർബിറ്റേസിയയിലാണ് കാണപ്പെടുന്നത്. ഈ ഒരു ചിത്രം നോക്കുക, രണ്ട് ഫ്ലോയം സ്ട്രാൻഡ്സിന്റെ ഇടയിൽ സൈലം വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലാണ് ബൈകൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തതിലേക്ക് പോവാം. മെലിറ്റൂറിയ എന്താണ്? മെലിറ്റൂറിയ റിഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ യൂറിൻ. ഈ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയില്ല. നമ്മൾ കുറേ യൂറിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പോളിയൂറിയ, ഒളിഗൂറിയ, അന്യൂറിയ, ആൽക്കപ്റ്റൂനൂറിയ, അല്ലേ, വേറെന്താ, ഹെമറ്റൂറിയ. അപ്പൊ ഇതും കൂടി അതിൽ എഴുതി ചേർത്തേക്കാം. മെലിറ്റൂറിയ എന്താണ്? ഷുഗർ ഇൻ യൂറിൻ. ഓക്കെ, ദ ടേം മെലിറ്റൂറിയ യൂഷ്വലി ഡെസിഗ്നേറ്റ്സ് ദ അപ്പിയറൻസ് ഓഫ് എനി ഷുഗർ ഇൻ ദ യൂറിൻ ഇൻ എമൗണ്ട്സ് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ റിയാജൻസ് കോമൺലി യൂസ്ഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ ഏതെങ്കിലും ഒരു റിയാജന്റ്, ഇതിൽ ഉപയോഗിക്കുന്ന റിയാജന്റ് ഉണ്ടാവുമായിരിക്കുമല്ലോ, അതിലൂടെ നമുക്ക് ഈ ഒരു ഷുഗറിന്റെ എമൗണ്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മെലിറ്റൂറിയ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഹു ഡിസ്കവേർഡ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? ആർക്കാ അറിയാത്തത്? കാൾ ലാൻഡ്സ്റ്റെയ്നർ. ഹു ഡിസ്കവേർഡ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? കാൾ ലാൻഡ്സ്റ്റെയ്നർ. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ബേസ്ഡ് ഓൺ ദ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, അതായത് എറിത്രോസൈറ്റ്സ്, ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ ആന്റിജൻസ് A and B വിച്ച് ആർ ക്യാരിഡ് ഓൺ ദ സർഫസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ റെഡ് സെൽസിന്റെ സർഫസിൽ ഉള്ളതാണ് ആര്? ആന്റിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ആന്റിജൻസിന്റെ പ്രസൻസും ആബ്സെൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇരിക്കുന്നത്. ഫോർ ഹ്യൂമൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ 43 ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് കറന്റ്ലി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ISBT. അപ്പം ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആരാണ് കണ്ടെത്തിയത്? കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്ടീരിയ വിച്ച് റിക്വയർ ഓക്സിജൻ ഫോർ ദെയർ ഗ്രോത്ത് ഈസ് വെരി സിമ്പിൾ. അയറോബിക് ബാക്ടീരിയ. അതിന്റെ ഓപ്പോസിറ്റ് അനൈറോബിക് ബാക്ടീരിയ. അപ്പൊ നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.